ഹായ് എവരിവൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലാന്റിനെ പറ്റി പറയാനാണ്. ഇതാണ് നമ്മളുടെ ഡിഷീഡിയയുടെ ഒരു സ്പീഷീസാണ്. ഡിഷീഡിയ ഇംബ്രിക്കേറ്റ എന്ന് പറയും ഈ സ്പീഷീസ്. അതുപോലെ തന്നെ ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് പറയുന്നൊരു പേരാണ് കിഡ്നി ബീൻ പ്ലാന്റ് അല്ലേ. അതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ലീവ്സാണ്. ആൻഡ് ഇറ്റ് റിസംബിൾസ് കിഡ്നി ബീൻസ്. ഓക്കെ, ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ പോലെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറയുന്നത് ഈ കപ്പ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ക്യാൻ കളക്ട് മോയ്സ്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവർ ചില ആൻസിനൊക്കെ ഷെൽട്ടറായിട്ട് ഈ പ്ലാന്റ് ആക്ട് ചെയ്യാറുണ്ട്. ഫ്ലവേഴ്സ് വളരെ സ്മോളാണ്, ചെറിയ ഫ്ലവേഴ്സാണ്. പക്ഷേ എന്നാലും കാണാൻ നല്ല രസമാണ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. സ്റ്റെം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അതൊരു ക്ലൈംബിങ് പ്ലാന്റാണ്. അപ്പോൾ തന്നെ വളരെ തിൻ സ്റ്റെമ്മാണ്. പിന്നെ റൂട്ട്സ് പലയിടത്തുനിന്നും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് സ്റ്റെം കട്ട് വഴി നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലവർ കളർ ചില സ്പീഷീസിന് നമുക്ക് യെല്ലോ കാണാം, വൈറ്റ് കാണാം. ഇത് നല്ലൊരു ബാൽക്കണി പ്ലാന്റാണ്. വാട്ടർ നമുക്ക് എപ്പോഴും വാട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സോയിൽ വെറ്റാകുമ്പോൾ മാത്രം നമുക്ക് വാട്ടറിങ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ബാൽക്കണിയിൽ, അതായത് നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം, പക്ഷേ ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി ഇതിന്. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അപ്പോസൈനേസി മെമ്പറാണ്. ഈ അപ്പോസൈനേസൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്കൊരു എപ്പോഴും അവരുടെ സ്റ്റെം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു മിൽക്കി ലാക്ടെക്സ് കാണാം. അപ്പോൾ ഈ അപ്പോസൈനേസിയൻ മെമ്പേഴ്സിൻ്റെ ഒരു കീ ഫീച്ചറാണ് പ്രസൻസ് ഓഫ് മിൽക്കി ലാക്ടെക്സ് എന്നുള്ളത്. അപ്പോൾ ഏതൊരു അപ്പോസൈനേസിയൻ മെമ്പേഴ്സ് എടുത്ത് നോക്കിയാലും നിങ്ങൾ സ്റ്റെം ഒന്ന് ഒടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മിൽക്കി ലാക്ടെക്സ് കാണാം. അപ്പോൾ ഇത് അപ്പോസൈനേസിൽ വരുന്ന ഒരു പ്ലാന്റാണ് കിഡ്നി പ്ലാന്റ്. വളരെ നല്ലൊരു ബാൽക്കണി പ്ലാന്റാണ്. താങ്ക് യു.